നമസ്കാരം. ഏവർക്കും വൈകുന്നേരം 6 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി 4 ദിവസത്തെ നേട്ടങ്ങൾക്ക് ശേഷം നിഫ്റ്റിയിൽ നമ്മൾ ഇന്നൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കണ്ടത്. സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ നഷ്ടത്തിലാണെന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സിലെ ഇന്നത്തെ എക്സ്പയറി വലിയൊരു വോൾട്ടാലിറ്റി ഇല്ലാതെ കഴിഞ്ഞു. നിഫ്റ്റി ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈ. ഏകദേശം ഒരു 145 പോയിന്റ് ട്രേഡിംഗ് റേഞ്ച് ഇന്ന് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തുള്ളൂ. പ്രീ മാർക്കറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇന്ന് 25,200 എന്ന ലെവലിന് നിഫ്റ്റിക്ക് മറികടക്കാൻ സാധിച്ചില്ല. പോസ്റ്റ് റെസിസ്റ്റൻസ് തന്നെ നിഫ്റ്റിക്ക് വലിയൊരു തടസ്സമായിട്ട് മാറി. ഇതിന് പ്രധാനമായും കാരണമായത് ഇന്ന് റിയാലിറ്റി സെക്ടറിലും ഫിനാൻഷ്യൽ സെക്ടറിലും ബാങ്കിങ് സെക്ടറിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുവാനായിട്ട് സാധിച്ചു. നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസമായിട്ട് ഫിനാൻഷ്യൽ ബാങ്കിങ് സെക്ടറുകളിൽ ഉണ്ടായ റാലി. അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഈ 5 മാസം കൊണ്ട് 3 ലക്ഷം കോടി രൂപയുടെ ബൈ ആണ് 2025 നിലവിൽ മാത്രം നമ്മുടെ മാർക്കറ്റിൽ നടത്തി നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ SI ഇൻഫ്ലോ ഫ്രഷ് ഓൾ ടൈം ഹൈ റെക്കോർഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിന്റെ SIP ഇൻഫ്ലോ 26,688 കോടി രൂപയായി മെയ് മാസം വർധനവ് വന്നെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തിയപ്പോൾ സ്മോൾ ക്യാപിൽ ഒരു ഔട്ട് പെർഫോമൻസ് ആണ് ഇന്ന് കാണുവാൻ സാധിച്ചത്. ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ടെക് മഹേന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ് ഇവയൊക്കെയാണ് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ച സ്റ്റോക്കുകൾ. തത്സമയം ഏഷ്യൻ പെയിന്റ്സ്, ട്രെൻഡ്, ബജാജ് ഫൈനാൻസ്, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിൻസർവ് ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടവ. സെക്ടോറിയൽ വൈസ് നോക്കുവാണെങ്കിൽ റിയാലിറ്റി ഇൻഡെക്സ് 1% ഇടിവ് രേഖപ്പെടുത്തി. തുടർച്ചയായി 2 ദിനങ്ങളായി ഇന്നലെ ഇന്നും റിയാലിറ്റിയിൽ ഒരു ഫോൾ ആണ് കണ്ടത്. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. IT ഇൻഡെക്സ് ഇന്ന് 1.7% റാലി നടത്തിയപ്പോൾ മീഡിയ ഇൻഡെക്സും ഇന്ന് 1% റാലി നടത്തുകയുണ്ടായി. പവർ ഇൻഡെക്സും 1% നേട്ടം ഇന്ന് കൈവരിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് ഇന്ത്യ വിക്സിൽ 4.63% ഇടിവ് നേരിട്ടു. 14.0 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് നിലകൊള്ളുന്നത്. ഇത്രയൊക്കെ പോസിറ്റീവ്നെസ് ഉണ്ടായിട്ടും നിഫ്റ്റിക്ക് 25,100 എന്ന റേഞ്ച് മറികടക്കാനായിട്ട് സാധിച്ചില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഇന്ത്യയുടെയും US-ന്റെയും ഇൻഫ്ലേഷൻ ഡാറ്റ ഇനി നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഒരു ട്രിഗറിംഗ് പോയിന്റ് ആണ്. അതിനു വേണ്ടിയിട്ടായിരിക്കാം മാർക്കറ്റ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. യുണൈറ്റഡ് സ്പിരിറ്റ്സ് പാരന്റ് കമ്പനി ടിയാജിയോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലുള്ള സ്റ്റേക്ക് വിറ്റൊഴിയുകയാണെന്നുള്ളൊരു വാർത്ത വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ ഒരു 2% റാലി കണ്ടു. തൽഫലമായി തന്നെ സ്റ്റോക്ക് 5 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. ടാന സ്മോൾ ഫൈനാൻസ് ബാങ്ക് സെബിയുടെ ഭാഗത്തു നിന്ന് യൂണിവേഴ്സൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഉള്ള അപ്രൂവൽ ലഭിക്കുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്നൊരു 5% റാലി സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. സി എന്റർടൈൻമെന്റ് കമ്പനി മൈക്രോഡ്രാമ ആപ്പ് എന്ന സ്റ്റാർട്ടപ്പുമായി ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. ഷോർട്ട് ഫോർമാറ്റിലുള്ള എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട്. ഗ്രാസിം ഇൻഡസ്ട്രീസ് മോർഗൻ സ്റ്റാൻലി സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തു. 29% അപ്സൈഡ് ആണ് സ്റ്റോക്കിൽ കാണുന്നത്. തൽഫലമായി തന്നെ ഇന്നൊരു 4% റാലി സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. BEML കമ്പനി 3 ലൈസൻസിംഗ് അഗ്രിമെന്റ് സൈൻ ചെയ്യുകയുണ്ടായി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായിട്ട് ഇന്ത്യൻ ആർമിയുടെ മൊബിലിറ്റി സപ്പോർട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിന് വേണ്ടി. ITD സിമെന്റേഷൻ കമ്പനിക്ക് 893 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ ഒഡീഷയിൽ നിന്നും ലഭിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തായിരുന്നു. തൽഫലമായി ഒരു 9% റാലി സ്റ്റോക്കിൽ നിന്ന് കാണുവാനായിട്ട് സാധിച്ചു. പ്രോട്ടീൻ ഗവൺമെന്റ് ടെക്നോളജീസ് കമ്പനിക്ക് 100 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. തൽഫലമായി തന്നെ ഒരു 6% റാലി ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും
ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.